വെടിനിർത്തലിന് പിന്നാലെ ഗസയ്ക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കാൻ സംവിധാനവുമായി ഖത്തർ. ജോർഡൻ വഴി എയർബ്രിഡ്ജിന് തുടക്കം കുറിച്ചു. ജോർദാനിലെ കിങ് അബ്ദുള്ള എയർബേസിൽ നിന്നും ഗസയിലെ ഖാൻ യൂനിസിലെ അൽ ഗറാറയിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നതിനുള്ള അടിയന്തര ആകാശപാതയ്ക്കാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി മറിയം ബിൻ തലി ബിൻ നാസർ അൽ മിസ്നദ് പങ്കെടുത്ത യോഗത്തിൽ എയർബ്രിഡ്ജ് സംബന്ധിച്ച് അന്തിമ രൂപം നൽകി. ജോർദാനിലെ ഖത്തർ അംബാസിഡർ ഷെയ്ഖ് സൗദ് ബിൻ നാസർ ബിൻ ജാസിം അൽ താനി, ഖത്തർ ചാരിറ്റി സിഇഒ യൂസുഫ് ബിൻ അഹമ്മദ് അൽ കുവാരി, ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ്, ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുത്തു. എയർബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച കരാറിൽ മന്ത്രി മറിയം ബിൻ തലി ബിൻ നാസർ മിസ്നദും ജോർദാൻ ചാരിറ്റി ഓർഗനൈസേഷനും ഒപ്പുവെച്ചു. ആകാശമാർഗം ജോർദാനിലെത്തുന്ന ഖത്തറിന്റെ സഹായ വസ്തുക്കൾ റോഡ് മാർഗം ഗസയിലെത്തിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ കഴിഞ്ഞ 16 ദിവസത്തിനുള്ളിൽ 65 ട്രക്കുകളിലായി ജോർദാൻ അതിർത്തി വഴി ഖത്തർ സഹായം എത്തിച്ചതായി മന്ത്രി പറഞ്ഞു. ഈ ലാൻഡ് ബ്രിഡ്ജിന് പുറമെയാണ് ജോർദാൻ എയർബേസിൽ നിന്നും ഖാൻ യൂനിസിലേക്ക് 2 ഹെലികോപ്റ്ററുകൾ വഴി മരുന്നും അവശ്യ വസ്തുക്കളും എത്തിക്കുന്നത്. മീഡിയ 1 ദോഹ.